പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുവെന്ന് സന്നദ്ധ സംഘടന. ഉത്തർപ്രദേശ് സർക്കാരിന്റെ തന്നെ കണക്കനുസരിച്ച് പോഷകാഹാരക്കുറവുള്ള 1,29,000 കുഞ്ഞുങ്ങൾ സംസ്ഥാനത്തുണ്ട്. ഇതിൽ നല്ലൊരു പങ്കും നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി ആദിത്യനാഥും പ്രതിനിധാനം ചെയ്യുന്ന പൂർവാഞ്ചൽ മേഖലയിലാണ്. എന്നാൽ ഇക്കാര്യം പരിശോധിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന് ഏഷ്യൻ ബ്രിഡ്ജ് ഇന്ത്യ എന്ന സംഘടന കുറ്റപ്പെടുത്തി. വാരാണസിയിൽ സാരാനാഥിനു സമീപം ഹർഷൻപൂർ ഗ്രാമത്തിലെ കമലേഷ് രേഖ ദമ്പതികളുടെ 2 വയസ്സ് പ്രായമുള്ള ഓം ആണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോഷകാഹാരക്കുറവ് മൂലം മരണത്തിന് കീഴടങ്ങിയത്. വാരാണസിയിലെ ദീൻദയാൽ ഉപാധ്യായ ജില്ലാ ആശുപത്രിയിലെ ശിശുക്ഷേമ വിഭാഗത്തിൽ കുട്ടിയുടെ കാര്യം ഏഷ്യൻ ബ്രിഡ്ജ് ഇന്ത്യ അറിയിച്ചിരുന്നു. ഇത്തരം കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ ഫണ്ടും പദ്ധതിയും ഉണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആരോപണം. उसके बीच में कोई इधर आके कोई पूछताछ कुछ नहीं हुआ. बच्चा का डेथ होने के बाद में भी नहीं आई. कोई नहीं आया. പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തി ആരോഗ്യവകുപ്പിനെ അറിയിക്കേണ്ട ചുമതലയുള്ള ഗ്രാമത്തിലെ അംഗൻവാടി അധികൃതരുടെ വീഴ്ചയും ഇക്കാര്യത്തിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട പോഷകാഹാര കിറ്റുകൾ മറിച്ചുവിറ്റ അംഗൻവാടി അധികൃതർക്കെതിരെ ഏഷ്യൻ ബ്രിഡ്ജ് ഇന്ത്യ നൽകിയ കേസ് പോലീസ് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. അനാവശ്യമായ കാര്യങ്ങളിൽ എന്തിന് ഇടപെടുന്നുവെന്ന മറുചോദ്യമായിരുന്നു പോലീസിന്റേത്. At least 5 to 10 children are dying in Varanasi every month. In last winter, I believe more than 100 children died due to starvation and malnourished. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷനുകൾ നടപ്പാക്കുന്നതിൽ വാരണസിയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ജാഗ്രത ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് അതിന്റെ 100-1 അംശം പോലും ലഭിക്കുന്നില്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ക്യാമറ പേഴ്സൺ സുരേഷ് ഇർമ്പനത്തോടൊപ്പം എ റഷീദുദ്ദീൻ, മീഡിയ 1.